ഹായ് ഹലോ. ഞാൻ എങ്ങനെ എൻ്റെ പി സി ഒ ഡി നാച്ചുറലി ഇത്ര മാനേജ് ചെയ്തു, അതുപോലെ എൻ്റെ വെയിറ്റ് എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ കുറച്ചത്, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഇത് എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. മെഡിക്കൽ സപ്പോർട്ടും അതുപോലെ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഒക്കെ വെച്ചിട്ട് അച്ചീവ് ചെയ്തതാണ്. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളും ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പി സി ഒ ഡി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സ്കിന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അപ്പം ഓരോന്നോരോന്നായി ഞാൻ പറയാം. ഏകദേശം 6 പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 6 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് കേട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പി സി ഒ ഡി മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. അപ്പം ഈ ഒരു 6 പോയിന്റും എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിത് എനിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ വിട്ടുപോകാലോ. സോ ഞാൻ ഇത് എഴുതി വെച്ചിട്ടാണ് പറയുന്നത്. ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ ബ്ലാ 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 എന്നെല്ലാം കൂടെ വലിച്ചു വാരി പറയുന്നതിനെക്കാട്ടിലും ബെറ്റർ ഓരോ 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 പോയിന്റ് ആയിട്ട് പറയും. അപ്പം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് പ്രോപ്പർ ഡയഗ്നോസിസ് ആൻഡ് അവയർനെസ് ആണ്. ഫസ്റ്റ് ടൈം ഞാൻ പി സി ഡി ആണെന്ന് അറിഞ്ഞപ്പം വളരെ അപ്സെറ്റ് ആയി. ബട്ട് ഡോക്ടറുടെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽപ്പ് വെച്ചിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി. അങ്ങനെ പി സി ഡി ആണെന്ന് അറിഞ്ഞ ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നു. പി സി ഡി എന്താണ്, അത് എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അത് എന്തൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമുക്ക് അത് ഓരോന്നോരോന്ന് ഏതാണെന്ന് നോക്കാം. ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് പി സി ഒ ഡി തന്നെ ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ തന്നെത്താനെ എനിക്ക് പി സി ഒ ഡി ആയിരിക്കും അങ്ങനെ വിചാരിച്ചൊരു കാര്യം ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞ പ്രകാരം ഞാൻ ഏറ്റവും കൂടുതൽ പാടുപെടും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചും അതേസമയം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്ത ഒരു കാര്യമാണ് ഡയറ്റ്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയറ്റാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് അത്ര ഷുഗർ താല്പര്യമില്ലായിരുന്നു. സോ ഞാൻ എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഞാൻ കഴിക്കും, എന്നാൽ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പോയിന്റ് ഷുഗർ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ വൈറ്റ് റൈസ് കഴിക്കുന്നവരായിരിക്കും കുറേ പേരൊക്കെ. അപ്പം നിങ്ങൾ വൈറ്റ് റൈസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് മട്ട റൈസ് അല്ലെ ബ്രൗൺ റൈസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് കുത്തരി അങ്ങനെയുള്ള അരികളൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ ചോറാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഫുള്ളി അവോയ്ഡ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ എന്തായാലും കഴിച്ചു. സോ ഒരു മന്തിൽ ഒരു 2 ടൈംസ് ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് പുറത്ത് പോയിട്ട്. സോ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം, പക്ഷെങ്കിൽ അതെല്ലാം ഒരു കൺട്രോളിലാവണം എന്ന് മാത്രം. ഓക്കെ. അപ്പം സെക്കൻഡ് അല്ല, തേർഡ്, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക, പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ. ഞാൻ ഇപ്പം ലഞ്ചൊക്കെ ആയിട്ടാണെങ്കിൽ കുറച്ച് ചോറെടുക്കും. പിന്നെ മാക്സിമം ഇലക്കറികളൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഒരു ഡയറ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഇലക്കറികൾ, തോരൻ, മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ ആക്കി ഞാൻ ഇലക്കറികൾ കുറച്ചെടുക്കും. പിന്നെ തൈര് നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. സോ ഞാൻ കുറച്ച് തൈര് എടുക്കും. പിന്നെ എന്തെങ്കിലും പ്രോട്ടീന്, ചിലപ്പോൾ മുട്ടയാവാം അല്ലെങ്കിൽ മീനാവാം, അതല്ലെങ്കിൽ ചിക്കൻ, ബീഫ്, അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ഐറ്റം ഞാൻ എടുക്കും. അപ്പം ഇതൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ ലഞ്ചും അല്ലെങ്കിൽ മാക്സിമം ഡിന്നറും എന്നെക്കൊണ്ട് പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ ഈ ഒരു കോമ്പിനേഷൻ മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കും. കാരണം എല്ലാവരുടെ വീട്ടിലും അതെല്ലാം ഒരുമിച്ച് എല്ലാ ടൈമിലും ഉണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് പറ്റുന്ന പോലെ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇലക്കറികൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ
എന്തെങ്കിലും ചീര ഉണ്ടാവും, അതല്ലെങ്കിൽ മുരിങ്ങയില ഉണ്ടാവും, അതൊന്നും അല്ലെങ്കിൽ കോവലുണ്ട് വീട്ടിൽ. അപ്പൊ കോവലിന്റെ ഇലയൊക്കെ നമുക്ക് തോരൻ വെക്കാൻ പറ്റും. എത്ര പേർക്ക് അത് അറിയാവുന്ന എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടെയൊക്കെ കോവലിന്റെ ഇല തോരൻ മെഴുകുവരട്ടിയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പൊ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോയിൽഡ് എഗ്ഗ്, ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കും, പിന്നെ ഒരു ഏത്തപ്പഴം കഴിക്കും, പിന്നെ സാലഡ്, അതായത് അതിനകത്ത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കുക്കുംബർ, ടൊമാറ്റോ ഇതെല്ലാം വെച്ചിട്ട് ഞാൻ ഒരു സാലഡ് ഉണ്ടാക്കും, അതും കൂടെ കഴിക്കും. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വയറ് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. നല്ല രീതിക്ക് വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. എനിക്ക് എപ്പോഴും പറ്റിപ്പോകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒരുപാട് കുടിക്കാൻ ട്രൈ ചെയ്യും, ബട്ട് എന്നെക്കൊണ്ട് പറ്റാറില്ല. പക്ഷെ ഞാൻ മാക്സിമം ഇപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ച് ഒരു 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെയൊക്കെ മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. വെള്ളം കുടിക്കുന്നത് നമുക്ക് ഓവറോൾ ഹെൽത്ത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യും, മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം മാക്സിമം കുടിക്കുക. അതുപോലെ വെജീസ് ഇൻക്ലൂഡ് ചെയ്യുക, ബ്രൗൺ റൈസ് കഴിക്കുക, പ്രോട്ടീൻ കഴിക്കുക. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ ഡയറ്റിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യം. നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണ് ഞാൻ ചെയ്തതെന്ന് നോക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ 3rd പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് വരുന്നത് പ്രോപ്പർ ഡയഗ്നോസിസ് ആൻഡ് അവയർനെസ് ആണ്. സെക്കൻഡ് വന്നിട്ട് പ്രോപ്പർ ഡയറ്റ് ആണ്. തേർഡ് വന്നിട്ട് വർക്കൗട്ട് ആണ്. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് ചെയ്യാവുന്ന വർക്കൗട്ടേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരു 30 മിനിറ്റ്സ് നമ്മൾ നടക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 30 മിനിറ്റ്സ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടോ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും ആപ്സിനാണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കൂടുതലും എൻ്റെ ബെല്ലി ഫാറ്റ് ആണ് പെട്ടെന്ന് ആവുന്നത്. സോ ഞാൻ കൂടുതലും ആപ്സ് വർക്കൗട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഈ ഒരു ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആപ്സിന് വേണ്ടിയിട്ട് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള വാക്കിങ്, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് PCOD റിലേറ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളും യോഗ, സ്ട്രെച്ചിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അതാണ് നമുക്ക് 3rd സ്റ്റെപ്പിൽ വരുന്ന വർക്കൗട്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് നടക്കാൻ പോവാം, അതല്ലെങ്കിൽ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ആവാനും നമുക്ക് എനർജി കൂടാനും ഹെൽപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഇങ്ങനെയുള്ള രോഗമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എനിക്ക് നല്ല ക്ഷീണമാണ്, എനിക്ക് എപ്പോഴും ഉറങ്ങണം, അല്ല ഉറക്കം തികയുന്നില്ല, അങ്ങനത്തെയൊക്കെ ഇഷ്യൂ ആണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എനർജി ഫീൽ ചെയ്യും. സത്യമായിട്ടോ, എനിക്ക് ഒരുപാട് തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര നല്ല എനർജി ആയിരിക്കും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഡയറ്റും ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മളെ കൊണ്ട് പറ്റുന്നു. പോർഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ വൈറ്റ് റൈസ് ഇൻക്ലൂഡ് ചെയ്യുക, ഷുഗർ അവോയ്ഡ് ചെയ്യുക, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന അതുപോലെ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ചെറിയ വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു 11 കിലോ വരെ കുറച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോഴല്ല കേട്ടോ, ഞാൻ ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിന് മുമ്പായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2-3 ദിവസമായിട്ട് ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ചെറിയ വർക്കൗട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം എൻ്റെ ഒപ്പം ഈ ഒരു ജേർണൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ടിപ്സൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ എന്താ പറയുക, എപ്പിസോഡ് കൺട്രോൾ ചെയ്യണം, അപ്പം ചെറിയ ടിപ്സ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരണം, അപ്പം ഒന്ന് ഗൈഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ടിപ്സും അതുപോലെ വർക്കൗട്ടുകളും ഡയറ്റ് പ്ലാൻസ് റെസിപ്പീസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് ഏതാണെന്ന് നോക്കാം. ഇത് 4th പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഞാൻ ഈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയറും ഹെയർ കെയറും ആണ്. കാരണം PCOD വരുന്നവർക്ക് അല്ലെങ്കിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ മുഖത്ത് ആകമാനം ഭയങ്കര കുരുക്കൾ വരും, ഹെയർ ഒരുപാട് ലോസ് ആവും.
അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വരും. അപ്പം ഞാൻ അതിനുവേണ്ടി ഫോളോ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ടിപ്സാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന വെച്ചാൽ എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഇങ്ങനത്തെ ഏരിയയില് ഇവിടെ ഒക്കെ നല്ല കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. കാരയാണെന്ന് വെച്ചാൽ ഒരു തരം എന്താ പറയാ വല്ലാത്തൊരു കാര്യം കേട്ടോ. ഇവര് ചെറിയ ചെറിയ പിമ്പിൾസ് അല്ല, അത്യാവശ്യം വലിയ വലിയ പിമ്പിൾസ് ആയിട്ട് അത് എന്നിട്ട് അങ്ങനെ ഇരിക്കത് പോത്തും ഇല്ല, അങ്ങനെ പാടായിട്ടും അങ്ങനെ തന്നെ കിടക്കും. ഞാൻ ചെയ്ത് എന്താന്ന് വെച്ചാല് ഡ്രൈ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. നല്ല മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നന്നായിട്ട് എപ്പോഴും മോയ്സ്ചറാക്കി വെക്കാനായിട്ട് നോക്കുക. വെള്ളം കുടിക്കുന്നവരെ വിട്ടു പോകരുത്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് നല്ല തിക്കായിട്ട് തന്നെ വരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കടലമാവില് പച്ച മഞ്ഞള് അരയ്ക്കുക, അതല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ എടുക്കാൻ നോക്കുക. എൻ്റെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ എടുത്ത് പിന്നെ കടലമാവും എടുത്തിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്ക്രബ് ചെയ്തിട്ട് കൈ ചെറുതായിട്ട് നനച്ചിട്ട് സ്ക്രബ് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. അപ്പം ചെറിയ ടൈനി ആയിട്ടുള്ള ഹെയർ ഒക്കെ അതുകൊണ്ട് നമുക്ക് കളയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ടും സ്കിന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. സോ അത് നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഞാൻ റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രബ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട, ഒരു 2 വീക്സ് ഒക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വീക്ക് കൂടുമ്പോൾ നിങ്ങൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ചെറിയ തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് മുഖം കഴുകാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവും, അത് നല്ലൊരു ഗ്ലോയും വരും ഫേസിൽ കേട്ടോ. അതാണ് എനിക്ക് ഫസ്റ്റ് ഒരു സ്കിൻ കെയർ ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇനി ഹെയർ കെയർ ആണെങ്കിൽ എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് അറിയാവോ എന്ന്. ഞാൻ എന്തായാലും പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരും വീട്ടിൽ പേര ഉണ്ടാവും അല്ലേ? അപ്പം പേര ഇലയുടെ തളിരില എടുക്കുക. അതുപോലെ ചെമ്പരത്തി പൂവ് ഉണ്ടാവുമല്ലോ, അത് എടുക്കുക. ഇത് രണ്ടും പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ താരൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആര്യവേപ്പിന്റെ ഇലയും എടുക്കാം. ഇങ്ങനെയുള്ള ഇലകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നിന്ന് അത്യാവശ്യം ഒന്ന് വറ്റുക. എന്ന് വെച്ചാൽ ആ ഒരു ഇലയുടെയും പൂവിന്റെയും ഒക്കെ സത്ത് ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം അരിച്ച് ഒരു ബോട്ടിലാക്കി, ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്പ്രേ ബോട്ടിലാക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ സ്കാൽപ്പിൽ അത് സ്പ്രേ ചെയ്തിട്ട് ജെന്റ്ലി മസാജ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഒരുപാട്. അതുപോലെ ഉള്ള ഹെയർ നല്ല തിക്കായിട്ട് ഇരുന്നോളും, ഹെയർ ഫാൾ കുറയ്ക്കും, ഡാൻഡ്രഫ് കുറയ്ക്കും. അങ്ങനെ നമുക്ക് ഹെയർ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കഞ്ഞിവെള്ളവും യൂസ് ചെയ്യാം കേട്ടോ. കഞ്ഞിവെള്ളം നമ്മുടെ ഹെയർ നല്ല സ്മൂത്തും ആക്കും. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുള്ളി കൂടി ആഡ് ചെയ്യാം. ഓക്കെ, അതും നല്ല റിസൾട്ട് വരും. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് സ്കിൻ കെയറിനും ഹെയർ കെയറിനും ആയിട്ട് പറഞ്ഞുതരാനുള്ള ടിപ്സ്. ഈ 5th പോയിന്റ് ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വേറെ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് സ്ലീപ്പ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസ് ഇംബാലൻസ് ആവും. അതുകൊണ്ട് തന്നെ PCOD അതുപോലെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ലൈറ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത്, ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു സ്വസ്ഥത, എന്തോ ഒന്ന് ഫ്രീ ആവുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നോക്കുക. അത് നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി തീർക്കാം. അതിലെ ജേർണലിങ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഡെയിലി ഒരു 10 മിനിറ്റ്സ് ജേർണലിങ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട്
ഉറങ്ങാനായിട്ട് നോക്കുക. ഒരു കൃത്യമായിട്ട് ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെയെങ്കിലും പ്രോപ്പറായിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കുക. ഒരുപാട് ഉറക്കം ഒഴിച്ച് ഒരു കാര്യം ചെയ്യണ്ട. ഓക്കെ, ഒരു 7 to 8 hours മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് നോക്കുക. കാരണം നമുക്കിതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോർമൽ ആക്കണ്ടേ, എങ്കിലേ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എങ്കിലും തോന്നത്തുള്ളൂ. കാരണം അതല്ലെങ്കിൽ എപ്പോഴും ഭയങ്കര ടയേർഡായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അങ്ങനെ ആകെപ്പാടെ ചടപ്പായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ നമ്മൾ മാക്സിമം സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ ആരുടെ അടുത്ത് പറഞ്ഞ് അതിൽ നിന്ന് റിലീഫ് കണ്ടെത്താനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ ജേർണലിങ് ചെയ്യുക. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് വളരെ നല്ലതാണ്. ഒരു 10 to 20 മിനിറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഉറക്കവും. ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ ബാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പം ഈ ഒരു പോയിന്റ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാം. പിന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. കാരണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളെ കൂടെ നിർത്താൻ ഒരാളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി ഡെയിലി. അതല്ലെങ്കിൽ നമുക്ക് ഡീമോട്ടിവേറ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു PCOD എന്ന് പറയുന്ന ഒരു രോഗത്തിന്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒരു ആകെപ്പാടെ ഒരു മടിയും ക്ഷീണവും ഒക്കെ ആണല്ലോ. അപ്പം നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഓരോ ദിവസം മടിയാവും. ഇന്ന് വേണ്ട, നാളെ ആട്ടെ, മറ്റന്നാളാട്ടെ, പിന്നീടാട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി നമുക്ക് ആകെപ്പാടെ മടിയാവും. സോ നമുക്ക് ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരുപാട് ബെറ്റർ ആയിരിക്കും. നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്, എനിക്കിതെല്ലാം നോർമൽ ആക്കണം, അപ്പൊ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം, ഞാൻ ഡീമോട്ടിവേറ്റ് ആയി പോകുന്ന ടൈമിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്നൊക്കെ പറയാം. എനിക്ക് ഏറ്റവും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിൽ എൻ്റെ അച്ഛനായിരുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാരണം ഇപ്പൊ കുറച്ച് ഇഷ്യൂസ് എനിക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് പിന്നീടും റീസ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചത്, ഈ ഒരു വർക്കൗട്ടും ഡയറ്റും ഒക്കെ. സോ നിങ്ങൾക്കും എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള PCOD വെയിറ്റ് ലോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യണം, PCOD കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം കൂടാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ചെറിയ ചെറിയ ടിപ്സുകൾ ഞാൻ ഓരോ കുഞ്ഞു വീഡിയോസ് ആയിട്ട് പറയാം. കാരണം ഈ ഒരു ഒറ്റ വീഡിയോയിൽ ഞാൻ എല്ലാം കൂടെ പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിന്റുകൾ ഞാൻ പറഞ്ഞു, 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും, എത്ര മടിയുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ് ഞാനും. മടിയും ക്ഷീണവും സ്ട്രെസ്സും ടെൻഷനും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും ഞാൻ ഫോളോ ചെയ്ത് 11 കിലോ വരെ കുറച്ചു. എൻ്റെ PCOD ഞാൻ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തു. അതുപോലെ എൻ്റെ സ്കിന്നും ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോർമൽ ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ, ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെന്നുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക. അപ്പം എൻ്റെ ഒപ്പം ഈ ഒരു ജേർണിയിൽ കൂടെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ PCOD, അല്ലെങ്കിൽ ഡയറ്റ്, അല്ലെങ്കിൽ വർക്കൗട്ട്, ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനി നമുക്ക് കാണാം. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണും വരെ ടാറ്റാ, ബൈ ബൈ.